ഇത്രയും ദിവസം നമ്മൾ കേട്ടു. റോമാലേഖനം നമുക്കറിയാം, അതിന്റെ 8-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യമാണല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. But in all these things we are more than conquerors in Christ who loved us. ആദ്യത്തെ ദിവസം തൊട്ട് ഇവിടെ കാണിക്കുന്നത് മോർ ദാൻ കോൺകറേഴ്സ് എന്നുള്ളതിന് പെർഫെക്റ്റ് കോൺകറേഴ്സാ. നമ്മളൊക്കെ ഇംപെർഫെക്ഷൻസ് ഉള്ളവരാ. എന്നാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തികവുള്ള ദൈവം നമുക്കുണ്ട്. ആ നിത്യതയിലേക്ക് ഓടുന്ന നമ്മള് പെർഫെക്റ്റ് കോൺകറേഴ്സ് ആയി ഇവിടെ ജീവിതം നടത്തണമെന്ന നമ്മുടെ കർത്താവിന്റെ ആഗ്രഹം. പ്രൈസ് ഗോഡ്. ഇൻ ക്രൈസ്റ്റ് എന്ന് നമ്മൾ 31 പ്രാവശ്യം ബൈബിളിൽ കാണുന്നുണ്ട്. ക്രിസ്തുവിൽ. ദൈവദാസിമാരെ ഞാൻ പറയട്ടെ, നമുക്കുള്ള സകലതും ഈ സമയത്തിവിടെ ഞാൻ നിൽക്കുന്നതും നിൽക്കുവാൻ എന്നെ ഇടയാക്കിയതും ക്രിസ്തുവിലാ കേട്ടോ. പ്രൈസ് ഗോഡ്. ഈ ആത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു ആത്മീയ മുന്നേറ്റത്തിന്, ഒരു ആത്മീയ കുതിപ്പിന് പറ്റിയ ഏറ്റവും ഉതകുന്ന ഒരു വാക്യമാണ്, ഒരു തീമാണ് ദൈവം നമുക്ക് തന്നത്. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തദാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിൽ പൂർണ്ണ ജയാളിയായി ജീവിക്കുക. കാരണം നമ്മളെ ജയത്തിലേക്ക് നടത്താതെ വണ്ണം, നമ്മെ തോപ്പിച്ച് പാറിച്ചു കളയുവാൻ തക്കവണ്ണം ദുഷ്ടനായ പിശാച് കാലമതിന്റെ അന്ത്യത്തിലേക്ക് സമീപിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് ഏറ്റവും ഹല്ലേലൂയ ധൃതി പൂണ്ട് നമ്മെ വീഴിക്കുവാൻ നിൽക്കുക. ഹല്ലേലൂയ. ദൈവദാസന്മാരെ ഞാൻ പറയട്ടെ, ഉത്കണ്ഠയോടുകൂടി കടന്നു വന്നവർ ഈ മധ്യത്തിൽ കാണാം. നിരാശയോടെ മനോഭാരത്തോടെ കടന്നു വന്ന ദൈവദാസന്മാർ കാണാം. ഞാൻ പലപ്പോഴും മീറ്റിങ്ങുകൾക്ക് ചെല്ലുമ്പോൾ ദൈവദാസന്മാരെ കാണുമ്പോൾ ഞാൻ ഓർക്കും, അല്ലെങ്കിൽ ശരീരത്തിന് വലിയ ആരോഗ്യം ഉണ്ടായിട്ടാണോ? നമ്മുടെ കടമകളും കടപ്പാടുകളും എല്ലാം ഭവനത്തിന്റെ തീർത്ത് വല്ലവിധേനയും ദൈവസന്നിധിയിൽ വന്ന് അവിടുന്ന് ഒരു അല്പ ആശ്വാസം കിട്ടണമെന്ന് വിചാരിച്ചല്ലേ നാം കടന്നു വരുന്നത്. നമ്മുടെ ഉദ്ദേശം ഒരിക്കലും വൃഥാവാകത്തില്ല കേട്ടോ. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. പക്ഷെ തുടക്കത്തിലെ ഒരു കാര്യം പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഈ ഒരു സ്വയമുണ്ടല്ലോ, നമ്മുടെ ഒരു ഭാവം, നമ്മുടെ ഒരു വലിപ്പം, അതിനെ പരിശുദ്ധാത്മാവ് ഒന്ന് തച്ചുടയ്ക്കാതെ, അതിനെ ഒന്ന് കീറിക്കളയാതെ, ഒന്ന് താഴോട്ടൊന്ന് താഴാതെ നമുക്ക് ഹല്ലേലൂയ പൂർണ്ണ ജയം പ്രാപിപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. നമുക്കറിയാം എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർവേയും, ഇവര് 2 പേരുമാ ഹല്ലേലൂയ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത്. ഞാൻ സാധാരണ ഭർത്താക്കന്മാരുടെ ഐക്യത പറയുമ്പോൾ ഞാൻ പറയാറുള്ളൊരു ഉദാഹരണം അത്. പക്ഷെ അതല്ല ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. അതായത് അവര് കാലുകുത്തിയത്, എന്നാലും 2 പേരും കൂടെ ഒരുമിച്ച് ചാടി ഒരു കാലുകുത്തലായിരിക്കത്തില്ലല്ലോ. അവര് തമ്മിൽ തീരുമാനിച്ചു, ഒരിക്കലും പുറത്ത് ഞങ്ങൾ റിവീൽ ചെയ്യത്തില്ല. എന്ത്? ഹൂ പുട്ട് ദെയർ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചതെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് എന്തുവാ? എഡ്മണ്ട് ഹിലാരി, ടെൻസിംഗ് നോർവേ. അല്ലല്ല, അക്വിലാസും പ്രിസില്ലയും അക്വിലാസും പറയുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. നമുക്കും അതുപോലെ ഒരു സ്റ്റേറ്റ് ഓവർസിയറിനെയും ഹല്ലേലൂയ പ്രിയപ്പെട്ട ഹെൽനായും തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓർക്കണമേ ഹല്ലേലൂയ, ഈ എഡ്മണ്ട് ഹിലാരി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്നെ പിടിച്ചു നിർത്തി ചിന്തിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെന്റാ. എന്നറിയാമോ? ഇറ്റ് ഈസ് നോട്ട് ദ മൗണ്ടൻ വി കോൺകേർഡ്, ഇറ്റ് ഈസ് ourselves. ഞങ്ങൾ ഒരു മൗണ്ടൻ അല്ല കോൺകർ ചെയ്തത്, ഞങ്ങളെ തന്നെ കോൺകർ ചെയ്തത്. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ള പലതിനെയും തോൽപ്പിക്കുവാൻ, മറ്റുള്ളവരെ തോൽപ്പിക്കുവാൻ നമുക്കറിയാം. എന്നാൽ എന്റെ പ്രിയ ദൈവദാസിമാരെ, നമുക്ക് നമ്മുടെ സ്വയത്തെ ഒന്ന് തോൽപ്പിക്കുവാൻ, നമ്മുടെ സ്വയത്തെ ഒന്ന് ഇല്ലാതാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഇഫ് വി ഡു നോട്ട് കോൺകർ അവർ സെൽഫ്, ദ സെൽഫ് വിൽ കോൺകർ us. നമ്മൾ അതാ പറഞ്ഞ ജഡം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജഡത്തെ കീഴടക്കിയില്ലെങ്കിൽ, നമ്മുടെ സ്വയത്തെ കീഴടക്കിയില്ലെങ്കിൽ അത് നമ്മെ കീഴടക്കും. അതിലെ പറഞ്ഞ ലോകം, പാപം, ജഡം, പിശാച്, ഇതൊന്നും നമ്മെ കീഴടക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. ഓക്കെ, നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 7-ാം അധ്യായത്തില് ന്യായപ്രമാണം, കൽപ്പന, പ്രമാണം, അതായത് ലോ, ഹല്ലേലൂയ 31 പ്രാവശ്യം പറയുന്നുണ്ട്.
എന്നാൽ 7-ാം അധ്യായത്തില് ഒറ്റ പ്രാവശ്യമേ ആത്മാവെന്ന് പറയുന്നുള്ളൂ. പ്രൈസ് ഗോഡ്. 6-ാം വാക്യത്തിലാ ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്ന് നാം കാണുന്നു. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യത്തെ 27 വാക്യങ്ങൾ വരുന്നതിനകത്ത് തന്നെ 19 പ്രാവശ്യത്തോളം ആത്മാവെന്ന് പറയുന്നു. 7-ാം അധ്യായം ഞാൻ പറയട്ടെ, ന്യായപ്രമാണത്തെ കാണിക്കുമ്പോൾ പ്രൈസ് ഗോഡ് 8-ാം അധ്യായം ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ, ഹല്ലേലൂയ, ദൈവമക്കളെ മഹത്വത്തിലേക്ക് നടത്തുന്ന ആത്മാവിന്റെ ആ പ്രവർത്തനത്തെ കുറിച്ചാണ് 8-ാം അധ്യായത്തിൽ പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 19 പ്രാവശ്യം 8-ാം അധ്യായത്തില് ആത്മാവ് 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 എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മിൽ വസിക്കുന്ന പാപം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപം, the indwelling sin in us, praise God, അതിനെ സഹായിക്കാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായം തുടങ്ങുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം മരണത്തിന്റെ മേലും പാപത്തിന്റെ മേലും ക്രിസ്തുവേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഈ തീം എന്റെ കയ്യിൽ ഹല്ലേലൂയ ഏൽപ്പിച്ചതിന് ശേഷം ദൈവസന്നിധി ഇരിക്കുമ്പോഴൊക്കെയും ഞാൻ കരമുയർത്തി പറയാറുണ്ട്, ഞാൻ ക്രിസ്തുവേശുവിൽ ഒരു ജയാളിയാ. ലോകം അത് കേൾക്കണം, പിശാച് അത് കേൾക്കണം, അന്ധകാര വ്യാപാര ശക്തികള്. ദൈവദാസിമാരെ, നമ്മൾ തോറ്റവരല്ലോ. ലോകത്തിലെ ഒരു ശക്തിക്ക് നമ്മെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പറയുന്ന പ്രൈസ് ഗോഡ് 8-ാം അധ്യായമാണ് പ്രൈസ് ഗോഡ് നമുക്ക് തന്നിട്ടുള്ളത്. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, യാതൊരു ശിക്ഷാവിധിയുമില്ല. There is no condemnation. അത് ആര് തരുന്ന ഉറപ്പാ? യേശുപ്പച്ചൻ നമുക്ക് തരുന്ന ഉറപ്പല്ലേ? കുഞ്ഞേ, നീ രക്ഷിക്കപ്പെട്ട് കൽപ്പന പ്രമാണിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നീ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന നിനക്കൊരു ഉറപ്പ് സ്വർഗത്തിലെ ദൈവം തരുക. യാതൊരു ശിക്ഷാവിധിയുമില്ല. നോ കണ്ടംനേഷൻ. അത് തുടക്കത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഓർക്കണമേ, അവസാനം പറയുന്ന എന്താണെന്നറിയാമോ? യാതൊരു ഹല്ലേലൂയ വേർപാടുമില്ല. ക്രിസ്തുവിൽ നിന്ന് നോ സെപ്പറേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാതൊരു ശിക്ഷാവിധിയുമില്ലാതെ ജീവിതം ആരംഭിച്ച ദൈവ പൈതലേ, ക്രിസ്തീയ ജീവിതം ആരംഭിച്ച ദൈവ പൈതലേ, പ്രൈസ് ഗോഡ്, ഓർക്കണമേ, എന്തെല്ലാം അതിന്റെ മധ്യത്തിൽ വന്നാലും അതിന്റെ ഇടയ്ക്ക് വന്നാലും നമ്മൾ രാവിലെ പാടിയല്ലോ, തകർക്കുവാനായിരിക്കും, മുടിക്കുവാനായിരിക്കും. അല്ല അല്ല അല്ല, there is no separation. യേശു കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ലെന്ന് നിനക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ദൈവദാസി, കർത്താവിന് ഒരു ഉറപ്പ് ഇന്ന് പകൽക്കാലം കൊടുക്കാൻ പറ്റുമോ? വിശ്വാസം വർദ്ധിച്ച് ജയാളികളായി ബലത്തോടെ വേണം ഹല്ലേലൂയ ഈ ഗേറ്റ് കടന്ന് ഇവിടെ നിന്ന് പോകുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കോൺകറർ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്തുവിൽ പൂർണ്ണ ജയാളി എന്നാ പറയുന്നത്. കോൺകറർ എന്ന് പറഞ്ഞാൽ ജയിച്ചടക്കി, പിടിച്ചടക്കി, കീഴടക്കി, പോരാടി നിൽക്കുന്ന അവസ്ഥയാ. എന്നാൽ ഞാൻ പറയട്ടെ, പൂർണ്ണ ജയാളി, പെർഫെക്റ്റ് കോൺകറേഴ്സ്, ഹല്ലേലൂയ. മോർ ദാൻ എ കോൺകറർ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യം പറയത്തോളം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം, ഹൃദയത്തിന്റെ ആഴത്തിൽ അത് കുറിച്ചിട്ടണം. ചിലതിനെയൊക്കെ ഈ ലോകത്തിലേത് ഹല്ലേലൂയ നമ്മൾ പിടിച്ചടക്കി, നമ്മൾ ജയിച്ചടക്കി, നമ്മൾ കീഴടക്കി. ഒരു സാധാരണ ജയമല്ല, ഒരു റെഗുലർ വിക്ടറി അല്ല, ഒരു ഓർഡിനറി വിക്ടറി അല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രൈസ് ഗോഡ് വിശ്വാസത്തോടെ, പൂർണ്ണ ആശ്രയത്തോടെ ചിലതിനെയെല്ലാം ജയിച്ച്, ചിലതിനെയൊക്കെ കീഴടക്കി, ചിലതിനെയൊക്കെ ഓവർകം ചെയ്ത് സകല പാപത്തിന്റെ മേലും സകല പോരാട്ടങ്ങളുടെ മേലും പരീക്ഷകളുടെ മേലും പൂർണ്ണ ജയമെടുത്ത് ദൈവമഹത്വത്തോടെ നിൽക്കുക. ഹല്ലേലൂയ. അത് ഓരോ സബായിട്ട് ഓരോന്നും വിവരിക്കാൻ സമയമില്ല. പ്രൈസ് ഗോഡ്. ദൈവ മഹത്വം പ്രാപിക്കുക. സ്തെഫാനോസ്, ഹല്ലേലൂയ,
7-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികള് അതിന്റെ 1-ാം വാക്യത്തില് അല്ലേ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ ആദ്യം നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, തേജോമയനായ ദൈവം. സ്തെഫാനോസ് ആരെ കണ്ടോണ്ടാ ഇറങ്ങിയത്? തേജോമയനായ ദൈവത്തെ കണ്ടോണ്ടാ കുഞ്ഞേ ഇറങ്ങിയത്. ഹല്ലേലൂയ, ഗോഡ് ഓഫ് ഗ്ലോറി, ഗോഡ് ഓഫ് ഗ്ലോറി. തേജോമയനായ ദൈവത്തെ കണ്ടുകൊണ്ട് ഇറങ്ങിയ ഹല്ലേലൂയ ഈ സ്തെഫാനോസ് ഉണ്ടല്ലോ, അവസാനം നമുക്കറിയാം, വിവരിക്കുന്നില്ല, നിങ്ങൾക്കതറിയാം എന്തു പറ്റി. താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ഹല്ലേലൂയ അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ ദൈവമഹത്വം കണ്ടു. He saw the glory of God. കുഞ്ഞെ, ഇന്നോ നാളെയോ ഇവിടുന്ന് പോണ്ടേ? അവസാനം എങ്ങനെയായിരിക്കും? നീ കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോഴും ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറുമ്പോൾ ദൈവമഹത്വം കാണുവാൻ, ദൈവമഹത്വം കാണുവാൻ, ഗ്ലോറി ഓഫ് ഗോഡ്, അതൊന്ന് കാണുവാൻ നിനക്കിടയാകണമെങ്കിൽ ഓ ഹല്ലേലൂയ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു കാര്യവും ദൈവ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപിരിക്കാതെ വണ്ണം നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നീ തേജോമയനായ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ, മറന്നു പോകരുതേ. പ്രൈസ് ഗോഡ്. ഇത്രയും ഓർത്താൽ മതി. ഗോഡ് ഓഫ് ഗ്ലോറിയെ കണ്ടുകൊണ്ട് നീ ജീവിച്ചാൽ ഗ്ലോറി ഓഫ് ഗോഡ് കണ്ടുകൊണ്ട് ഇവിടുന്ന് പോകാം. ഇവിടുന്ന് ഡാറ്റ പറഞ്ഞ് ഒരു നല്ല ലെജസി. പ്രൈസ് ഗോഡ്. ശലോമയുടെ കാര്യം നമ്മൾ കേട്ടല്ലോ. 2 കുഞ്ഞുങ്ങളെയും കർത്താവിനെ ഏൽപ്പിച്ചിട്ട് കർത്താവിന്റെ ക്രൂശിന്റെ ചവിട്ടിൽ താൻ തന്റെ ജീവിതം തീർത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അപ്പോൾ നമുക്ക് തരുന്ന ജയം എന്താ? എന്ത് ജയമാ? കംപ്ലീറ്റ് വിക്ടറി, പൂർണ്ണ ജയാളി, സർപാസിംഗ് വിക്ടറി. ദൈവമഹത്വം കാണുന്നോണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഹല്ലേലൂയ, ഗ്ലോറിഫൈഡ് വിക്ടറി. ആ ജയം പ്രാപിച്ചു പോകുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടും സമർപ്പിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കാമേ. കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ, പ്രൈസ് ഗോഡ്, ക്രൂശിൽ ഹല്ലേലൂയ ജയോത്സവം, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയായി. യേശു ക്രിസ്തുവിലാണ്, ഈ ക്രൂശിലാണ് പ്രൈസ് ഗോഡ് ഒരു പൂർണ്ണ ജയോത്സവം നമുക്ക് കൊണ്ടാടുവാൻ കഴിയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ദൈവത്തോട് തന്നെ പറയണം. ഹല്ലേലൂയ. ബ്രദർ കെന്നത്ത് കോപ്ലാൻഡ് എപ്പോഴും പറയും, യു ബി ദ പ്രോഫറ്റ് ഓഫ് യുവർ ലൈഫ്. നിന്റെ പ്രോഫറ്റ് നീ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. നീ തന്നെ നിന്നോട് പറയണം. എന്ത് പറയണം? ഐ ആം മോർ ദാൻ എ കോൺകറർ. ഞാൻ ക്രിസ്തുവിൽ ഒരു പൂർണ്ണ ജയാളിയാ. ഐ ഹാവ് ഫുൾ വിക്ടറി ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ എനിക്ക് പൂർണ്ണ ജയമുണ്ട്. ഐ ആം എംപവേർഡ് ബൈ ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മാവിനാൽ ഞാൻ ശക്തീകരിക്കപ്പെട്ടവളാ. സോ ഐ വോണ്ട് ഗിവ് അപ്പ്. എന്ത് വന്നാലും പറയണം, ഐ വോണ്ട് ക്വിറ്റ്. പറയാൻ പറ്റുമോ? ഈ നാളിൽ അത് പറയാൻ തക്കവണ്ണം നമുക്കിടയാകണം. അപ്പോൾ ഈ കാൽവറിയിലെ സ്നേഹം, ഈ ക്രൂശിലെ സ്നേഹം, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിപ്പോ 4-ാമത്തെ ദിവസമാ. ഉദ്ഘാടനം കൂടെ കൂട്ടിയാൽ 4.5 ദിവസം കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, റോമാലേഖനം 5 പറയുന്നു, നാം പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ. ഓർത്ത് നോക്കിക്കേ, ബലഹീനത കിടക്കുമ്പം ആരൊക്കെ എപ്പോഴൊക്കെ താങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ബലഹീനതയിലും ഹല്ലേലൂയ നമ്മുടെ അടുത്ത് വന്ന്, പ്രൈസ് ഗോഡ്, അതിന്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോ, പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ദൈവമക്കളെ, ആർക്കുമില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ലോകത്തിന്റെ സ്നേഹം മാറിപ്പോകും, ലോകത്തിന്റെ സ്നേഹം തണുത്തു പോകും, ലോകത്തിന്റെ സ്നേഹം അറ്റുപോകും. എന്നാൽ ദൈവ സ്നേഹത്തിൽ വസിപ്പാൻ, ഈ ദൈവത്തോടുകൂടെ വസിപ്പാൻ, പൂർണ്ണ ജയം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദൈനംദിന ജീവിതം നയിപ്പാൻ കഴിയുമോ? ഹല്ലേലൂയ. പൂർണ്ണ ജയാളിയായി നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്
ക്രിസ്തുവിന് കഴിയും. പ്രൈസ് ഗോഡ്. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്ന നാം ആരാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ഞാൻ പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. അപ്പൊ ഈ ശക്തി ഏതാ? ഏതാ ഇതിന്റെ ഉറവിടം? ഈ ശക്തിയുടെ സോഴ്സ് ഏതാ? എന്റെയും നിന്റെ മേലും പകർന്നിരിക്കുന്ന അഭിഷേകം. ഹല്ലേലൂയ. ഹെലന സിസ്റ്റർ അത് ടച്ച് ചെയ്തു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ആ വലിയൊരു അഭിഷേകം, ആ വലിയൊരു ശക്തി ഉണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തി ഉണ്ടല്ലോ, ഈ മൺപാത്രത്തിന് താങ്ങാൻ പറ്റാതെ വണ്ണം ഹല്ലേലൂയ അതിന്മേൽ പകർന്നിരിക്കുന്ന ശക്തി ഉണ്ടല്ലോ. കഷ്ടം വന്നാലും ഇടുങ്ങിയിരിക്കാതെ, ഉപദ്രവിക്കപ്പെട്ടാലും ഉപേക്ഷിക്കപ്പെടാതെ, ബുദ്ധിമുട്ട് ഹല്ലേലൂയ എന്ത് വന്നാലും പിടിച്ചു നിൽക്കുവാൻ, ദൈവ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാതെ നിർത്തുവാൻ ആ സ്നേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശക്തിയുടെ ഉറവിടം നാം അറിഞ്ഞിരിക്കണം. ഈ അഭിഷേകമുണ്ടല്ലോ, ഹല്ലേലൂയ. ദൈവദാസന്മാരെ, നിങ്ങൾ എന്നിൽ നിന്ന് ഒത്തിരി ദൂരെയായിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ അഭിഷേകം നമ്മുടെ മേലുള്ള ചില നുഖങ്ങളെ തകർക്കും. നമ്മൾ പാരിച്ച ചില ചുമടും കൊണ്ടല്ലേ ഇന്നിവിടെ കടന്നു വന്നത്. ദൈവസന്നിധിയിൽ ഒന്ന് ആരാധിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തേ. ആ ചുമടിന്ന് പകൽക്കാലം നീങ്ങിപ്പോട്ടെ, ആ ചുമടിന്ന് പകൽക്കാലം മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ പന്തലിൽ വ്യാപരിക്കട്ടെ. In the mighty name of Jesus. Hallelujah. പൂർണ്ണ ജയാളികളായി ഞങ്ങളെ നിർത്തുമെന്ന് പറഞ്ഞെങ്കിൽ അവന്റെ വാക്ക് ഉവ്വ എന്ന് തന്നെയാണ്. അവൻ നമ്മെ പൂർണ്ണ ജയാളികളായി നിർത്തുക തന്നെ ചെയ്യും. Praise God. ചിലപ്പം നമ്മുടെ ടെറിട്ടറിക്കകത്ത് ഈ ശത്രു വന്ന് കയറിയെന്നിരിക്കും കേട്ടോ. പൂർണ്ണ ജയാളിയായിട്ട് ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഈ ടെറിട്ടറിക്കകത്ത് ശത്രു വന്ന് കയറിയെന്നിരിക്കും. അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാമോ? നാം പൂർണ്ണ ജയാളിയാണെന്നുള്ള ഭാവത്തോടെ നാം ജീവിച്ചില്ലെങ്കിൽ, പ്രൈസ് ഗോഡ്, പൂർണ്ണ ജയാളിയായി പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം, ഹല്ലേലൂയ, അമാലേക്ക് യുദ്ധം താഴെ നടക്കുമ്പോൾ ഹല്ലേലൂയ കുന്നിന്റെ മുകളിൽ ഹല്ലേലൂയ മോശ കൈ ഉയർത്തി നിൽക്കുക. പക്ഷെ മോശയുടെ കൈ ക്ഷീണിച്ചിരിക്കുമ്പോൾ, സഹോദരിമാരെ, ഭവനത്തിൽ നമ്മളൊന്ന് ക്ഷീണിച്ചിരിക്കുന്ന കുടുംബ പ്രാർത്ഥന ഹല്ലേലൂയ എന്നും നടക്കുന്ന പോലെ നടക്കുമോ? പ്രൈസ് ഗോഡ്. നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ഒരു ജയത്തിന്റെ ഭാവം, ഒരു പൂർണ്ണ ജയാളിയുടെ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനെന്തൊക്കെ വേണം വിവരിക്കുന്നില്ല ഞാൻ, നിങ്ങൾ പിന്നീട് പഠിച്ചാൽ മതി. അതിനൊരു കൺവിക്ഷൻ വേണം, ദൃഢവിശ്വാസം, ദൃഢനിശ്ചയം. അതിനൊരു കറേജ് വേണം, നല്ല ധൈര്യം വേണം. പ്രൈസ് ഗോഡ്. അതിനൊരു കോൺഫിഡൻസ് വേണം, ഒരു ആത്മവിശ്വാസം വേണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, 5 കാര്യം വിവരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ അത് ഓർത്തിരുന്നാൽ മതി. 1, ഹല്ലേലൂയ, പൂർണ്ണ ജയാളിയുടെ ചില സ്വഭാവങ്ങളാണ് ഞാൻ പറയുന്നത്. ഓർത്ത് നോക്കിയാൽ മതി, ചോദിച്ചു നോക്കിയാൽ മതി. എനിക്കതുണ്ടോ എന്ന് അവനവനോട് തന്നെ ചോദിച്ചാൽ മതി. പൂർണ്ണ ജയാളി, പ്രൈസ് ഗോഡ്, ഏത് പ്രതികൂലം വന്നാലും അതിട്ടിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. He will not run away from it, but he will learn from it. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാ. എന്ത് കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും, കണ്ണുനീര് വന്നാലും, ഞാൻ ദൈവസന്നിധിയിൽ എന്റെ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഇതിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചെടുക്കേണ്ടത്? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ടീനേജേഴ്സ്, മക്കളെ ചോദിക്കണം, കർത്താവ് പഠിപ്പിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ പൂർണ്ണ ഒരു ജയാളിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, പ്രതികൂലത്തിൽ നിന്ന് ഓടിപ്പോത്തില്ല. ഹി വിൽ ലേൺ ഫ്രം ഇറ്റ്. ആ പ്രതികൂലത്തിൽ നിന്നുകൊണ്ട് അതിനെ ജയിക്കും. അതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതൊക്കെ അവൻ പഠിക്കും. ഹല്ലേലൂയ. രണ്ടാമത്, എല്ലാ പ്രതികൂലത്തിന്റെ മധ്യേയും അവൻ ദൈവത്തെ കാണും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും ആ നടുവിൽ ആരുണ്ട് നിന്റെ കൂടെ? പ്രൈസ് ഗോഡ്. ജയാളിയായ ദൈവമുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റും? ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും ദൈവം നിന്നെ ജീവിപ്പിക്കും. മൂന്നാമത്, ഹല്ലേലൂയ, ചുറ്റുമുള്ളവരോട് ക്ഷമിക്കും. പൂർണ്ണ ജയാളി അങ്ങനെ ആയിരുന്നു. നമ്മുടെ ഭവനത്തിലൊക്കെ എന്ത് സമാധാനമായിരുന്നല്ലേ? പൂർണ്ണ ജയാളി ചുറ്റുമുള്ളവരോട് ക്ഷമിക്കും, മറ്റുള്ളവരോട് ക്ഷമിക്കും, ഭവനത്തിലുള്ളവരോട് ക്ഷമിക്കും. യേശുവിനോട് പോലും ചോദിക്കത്തില്ല, കർത്താവേ നീ എന്താ എനിക്കിങ്ങനെ ചെയ്തെന്ന്. യേശുവിനോട് പോലും ഹല്ലേലൂയ നീരസപ്പെടത്തില്ല. ഹല്ലേലൂയ. അടുത്തത്,
ഹല്ലേലൂയ. നാലാമത്തേത് ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പൂർണ്ണ ജയാളി എപ്പോഴും ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു. ഉയരത്തിലുള്ളത് ചിന്തിച്ചാലുള്ള ഗുണം എന്നാന്നറിയാമോ? യു വിൽ ബി എ വിക്ടർ, യു വിൽ നെവർ ബി എ വിക്ടിം. നീ ഒന്നിനും ഇരയായി പോകത്തില്ല. കഷ്ടത വന്നാൽ ഇരയായി പോകത്തില്ല, പട്ടിണി വന്നാൽ അതിന് ഇരയായി പോകത്തില്ല, സങ്കടം വന്നാൽ അതിന് ഇരയായി പോകത്തില്ല, ഉപദ്രവം വന്നാൽ അതിന് ഇരയായി നീ പോകത്തില്ലെന്നേ. ഹല്ലേലൂയ. യു വിൽ ബി എ വിക്ടർ. പ്രൈസ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ ഹല്ലേലൂയ എന്തു പറ്റുമെന്നറിയാമോ? ഏത് പ്രതികൂലം വന്നാലും ആ പ്രതികൂലത്തെ ജയിപ്പാൻ നമുക്ക് പറ്റും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ദൈവവിശ്വാസി ഞാൻ പറയട്ടെ, പാമ്പുകളാൽ ചുറ്റപ്പെട്ടിടത്ത് ഏകാന്തതയിലായി പോയാലും, അല്ലല്ല കടിച്ചു കീറുന്ന കഴുകൻ വന്ന് ശവങ്ങളെ കടിച്ചു കീറുന്ന ഭീതിപ്പെടുത്തുന്ന സംഗതി നിന്റെ ചുറ്റും നടന്നാലും, ദൈവദാസിയെ നീ ഭയപ്പെടത്തില്ല കേട്ടോ. നീ ഓടിപ്പോത്തില്ല. 7 സഭകൾക്കുള്ള ദൂത് ആ പത്മോസിൽ വെച്ച് യോഹന്നാന് കൊടുത്തെങ്കില് നിന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കേണ്ടത് ആ അനുഭവത്തിൽ ഉടരവന ഘടക ശബ്ദരെ ഹല്ലേലൂയ ചിലത് നിന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കും. പ്രൈസ് ഗോഡ്. സിസ്റ്റർ ജോളി താഴാമ്പളം പറഞ്ഞല്ലോ, നമുക്കൊരു പദ്ധതിയുണ്ട് നമ്മെ കുറിച്ച്. ദൈവത്തിനൊരു പ്ലാൻ നമ്മെ കുറിച്ചുണ്ട്. ആ പ്ലാനിലേക്ക് അടുക്കണമെങ്കിൽ പ്രൈസ് ഗോഡ് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി പോകുമ്പോഴും ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്തെല്ലാം അറിയാം ഈ തലയ്ക്കകത്ത്. ഹല്ലേലൂയ. അറിവ് കൊണ്ട് പ്രസംഗിക്കാം കേട്ടോ. എന്നാൽ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്നില്ല. എന്ത് വന്നാലും എന്റെ നന്മയ്ക്കാ, എന്ത് വന്നാലും എന്റെ നന്മയ്ക്കാ എന്നോർത്തവിടെ ഇരിക്കുവല്ല. അവസാനിക്കുമ്പോൾ പറയുക, ഇതിൽ നിന്ന് ആ 7 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക, ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അറിവ് ഉറപ്പായി മാറി, അറിവ് ഉറപ്പായി മാറി. പ്രൈസ് ഗോഡ്. ഒത്തിരി കാര്യങ്ങൾ അറിയാമല്ലേ? എത്ര പ്രസംഗങ്ങൾ അറിയാം. ഈ ചെവി കുടഞ്ഞിട്ടാ കിട്ടും എത്ര വേണേലും, ഈ ചെവി കുടഞ്ഞിട്ടാലും കിട്ടും എത്ര പ്രസംഗം വേണേലും, അല്ലേ? എന്നാൽ നിന്റെ പേഴ്സണൽ ലൈഫില് അതൊരു ഉറപ്പായി മാറിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ. ഞാൻ ആ 1 ഡേ സെമിനാറിൽ ഒന്ന് തൊട്ടതാ. എന്നാലും ഞാൻ പറയട്ടെ, 30 വർഷങ്ങൾക്ക് മുമ്പ് 1995 എന്റെ പ്രിയപ്പെട്ടവന് പിറ്റ്യൂട്ടറി ട്യൂമർ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്നിട്ട്, ഒരു ഡേഞ്ചറസ് പൊസിഷനിൽ വന്നിട്ട്, ദിവസങ്ങൾ മുന്നിൽ എണ്ണപ്പെട്ട സമയം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ ഒരു സഭയുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവദാസനുണ്ടായിരുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ദൈവദാസന്മാർ ആരാന്നറിയാമോ? പ്രൈസ് ഗോഡ്. അവരുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കും. നമ്മെ നോക്കുമ്പോൾ പിശാച് നമ്മുടെ കുറ്റവുമായിട്ട് അവിടെ ചെല്ലും. നമ്മുടെ കുടുംബത്തെ നോക്കുമ്പോൾ നമ്മുടെ കുടുംബം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആ കുറ്റവും കൊണ്ട് പിശാച് ചെല്ലും. എന്നാൽ സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ശുദ്ധയായ സഭ, നിഷ്കളങ്കയായ സഭ, സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ. ഒരു സെന്റൻസിലാണ് നിർത്താൻ പോവാ. അപ്പോളോ ഹോസ്പിറ്റൽ മദ്രാസ്, CMC വെല്ലൂർ കൈമലർത്തിയപ്പോൾ ഒരു ഓപ്പറേഷനും കൂടാതെ 30 വർഷമായി അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം ഞങ്ങൾ നൈജീരിയൽ ടീച്ചേഴ്സ് ആയിരുന്നു, അതിനുശേഷം ഞങ്ങൾ ബിസിനസ് ആയിരുന്നു. ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലൊക്കെ വൈദ്യുതി പാസ്റ്റർ തന്റെ ചെറിയ പ്രായത്തിൽ വന്നിട്ടുണ്ട്, ചെറുപ്പക്കാരനായിരുന്ന സമയത്ത്. ഞാൻ പറയട്ടെ, എന്നാൽ മുമ്പേ ജോളി സിസ്റ്റർ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ദൈവം അദ്ദേഹത്തെ ഒരു പാസ്റ്ററായിട്ടാണ് കണ്ടിരുന്നത്. ഹല്ലേലൂയ ക്രൂശിന്റെ ചൂട്ടിൽ നിൽക്കാനാണ് ഞങ്ങളെ കണ്ടിരുന്നത്. ഹല്ലേലൂയ. കടത്തിവിട്ട അനുഭവങ്ങളില് ഹല്ലേലൂയ ഈ അറിവുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പായി മാറിയെങ്കിൽ മാത്രമേ ജയത്തോടെ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 5 ഉറപ്പുകൾ അവിടെ പറയുന്നത് ഇന്നിവിടെ പറഞ്ഞു. ലവ്ലി സിസ്റ്റർ അത് വായിക്കുകയും ചെയ്തു. ആ ഭാഗം ഞാൻ തൊടുന്നില്ല. ആരും പ്രതികൂലമില്ല. സ്വന്തം പുത്രനെ ആദരിയാതെ ഏൽപ്പിച്ചു തന്നവൻ സകലവും തരും. നമ്മെ കുറ്റം ചുമത്തും. ആ ഭാഗം ഞാൻ തൊടുന്നില്ല. പ്രൈസ് ഗോഡ്. ശത്രു തോൽപ്പിച്ചിട്ടിരിക്കുന്ന ചില വിഷയങ്ങളെ ഞാൻ പെട്ടെന്ന് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ആരോഗ്യ വിഷയം. എല്ലാവരും നല്ല ആരോഗ്യത്തോടാണോ ഇവിടെ ഇരിക്കുന്നത്?
എവിടൊക്കെ നീർക്കെട്ടുണ്ട്, എവിടൊക്കെ വേദനയുണ്ട്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് ചുണയോടെയാണോ ഇങ്ങോട്ട് വന്നത്? അല്ലല്ലോ. ഹല്ലേലൂയ. ശത്രു തോപ്പിച്ചിട്ടിരിക്കുന്ന വിഷയമാണെന്ന് ഓർക്കണം. ഇന്ന് പകൽക്കാലം അതിന്മേലൊരു ജയം എടുത്തോണം കേട്ടോ. 12 വർഷം രക്തസ്രാവമുള്ളവൾ, ഹല്ലേലൂയ, പല വൈദ്യന്മാരാൽ, ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചു, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു, ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഞാൻ ഓർക്കുന്ന അവളത് ഓർച്ചത്തിൽ പറഞ്ഞു കാണും. She prophesied to herself, തൊട്ടാൽ സൗഖ്യം വരും, സൗഖ്യം വരും, സൗഖ്യം വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. നാം എന്തോ അവിടെ കാണുന്നത്? ഹല്ലേലൂയ, സൗഖ്യമായി. പറഞ്ഞത് നീ സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. ആരാധിച്ച ഭാഗത്ത് നിൽക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ അടുത്തത് പറയട്ടെ. തലമുറയുടെ വിഷയത്തിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തലമുറയില്ലാത്ത വിഷയം കാണും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് തലമുറയില്ലാതെ, നമുക്ക് തലമുറയില്ലാതെ സ്വന്തം വിഷയങ്ങൾ കാണും. ഹല്ലേലൂയ. നമ്മൾ ഹന്നയുടെ കാര്യം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കൊയറിലെ മോൻ പറയുന്നത് നമ്മൾ കേട്ടല്ലോ. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, എന്നാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ചന്ദ്രരോഗം ബാധിച്ച കുഞ്ഞ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതുണ്ട്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറയുന്നു, ആ ശക്തി ഉണ്ടല്ലോ, ഹല്ലേലൂയ, അതവനെ തള്ളിയിടും. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് തലമുറകളെ ഡിജിറ്റൽ അഡിക്ഷനിലേക്കൊക്കെ തള്ളിയിടുവല്ലേ? കഴിഞ്ഞ 2 ആഴ്ചക്കകം നല്ല 2 പിള്ളേരാ കൊച്ചിയില് ഹല്ലേലൂയ ആത്മഹത്യ ചെയ്തത്. ഡിജിറ്റൽ അഡിക്ഷൻ തള്ളിയിടുക മാത്രമോ, ദൈവജനത്തിന്റെ തലമുറകളെ ഡിവോഴ്സിലേക്ക് തള്ളിയിടുന്നില്ലേ? പ്രൈസ് ഗോഡ്. എനിക്ക് വിവരിക്കാൻ നേരമില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഓർക്കണമേ, ഈ ദുഷ്ടശക്തിക്ക് ഹല്ലേലൂയ ഒരറിവ് വരുത്തുവാൻ ജയവീരനായ, യുദ്ധവീരനായ, പൂർണ്ണ ജയം തരുന്ന നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കറിയാം. ഈ ഡാർക്ക് വെബൊക്കെ കണ്ടിട്ട് പിശാച് അവരെ കയ്യിലെടുക്കുക. ഞാൻ ഹല്ലേലൂയ ഇതേ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാം വാക്യം വായിച്ച് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഒരൊറ്റ വാക്യത്തിൽ എത്ര കാര്യം പറയുന്നുണ്ടെന്നറിയാമോ? അവനെ പിടിച്ചിരിക്കുക. തലമുറയെ ഓരോ സംഗതി അങ്ങ് പിടിച്ചിരിക്കുവാന്നേ. ഓ റിക്കമനരകടകദനശം ദുരബബബ. നീ അറിയുന്നില്ല കേട്ടോ. അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത് നിലവിളിപ്പിക്കുക, പെടപ്പിക്കുക, നൊരപ്പിക്കുക. അതിനുശേഷം എഴുതിയിരിക്കുക ഞരക്കുക. മാതാവേ, നിന്റെ കുഞ്ഞിനെ പിശാച് ഞരക്കിയാൽ നിന്റെ വീട്ടിൽ നിന്ന് ഉയരുന്നത് ഞരക്കമായിരിക്കും. പിന്നെ പറയുക, പ്രൈസ് ഗോഡ്, പ്രയാസപ്പെടുത്തുക. ഹല്ലേലൂയ. ശത്രു തോപ്പിച്ചിടുന്നൊരു വിഷയമാണ് ഈ നാളിൽ തലമുറയുടെ മേൽ ഹല്ലേലൂയ ശത്രു പോരാടുന്നത്. തലമുറകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങളിത് കേൾക്കുന്ന മധ്യേ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. സമയം ഓടിപ്പോവാ. ഹല്ലേലൂയ. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും പറയുന്നത് അശുദ്ധാത്മാവിനെ എന്റെ യേശു ശാസിച്ചു. നീ ജയവീരയാണെങ്കിൽ നിനക്ക് ശാസിക്കുവാൻ നിന്റെ നാവിൽ ദൈവം അധികാരം തന്നിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ നാവിൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. സിസ്റ്റർ പറഞ്ഞില്ലേ, പാമ്പിനെയും തളിനെയും ശത്രുവിനെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. തലമുറകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമേ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന യേശു ഭൂതത്തെ ശാസിച്ചു. So whatever be it is, whether it is Ashuddhalmava or whether it is stated as Bhudam, ഇന്ന് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ഹല്ലേലൂയ, നീ ബലം കൽപ്പിക്കണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ചില തലമുറകളുടെ മേലുള്ള ഭൂതശക്തികള് തലമുറയുടെ മേലുള്ള ചില അശുദ്ധാത്മ ശക്തികള് അന്തള ജോതക രൗഡ ഉടമന ഘടകോ രഘടമ ദൽക്കര ബൗഡക ചന്ദ ഉരമ ബാബ.
Ramana Gauda Ragana Boshandare, Jivana Vauda Kaldalaus Samdare, Dimana Vauda Kanagada Chandara, Jivana Vauda Karamana Gauda Ragadagaram. Oh, hallelujah! Chalashaktiyola vittu പോകുക. ദൈവം നിന്റെ വലങ്കരത്താൽ പിടിക്കട്ടെ. ദൈവം നിന്റെ കുഞ്ഞിന്റെ വലങ്കരത്താൽ പിടിക്കട്ടെ. ഇന്ന് പകൽക്കാലം പിടിക്കട്ടെ. അവൻ എവിടെയാണെങ്കിലും പിടിക്കട്ടെ. അവൾ എവിടെയാണെങ്കിലും പഠിക്കട്ടെ. നിന്റെ കൊച്ചുമക്കളാണോ, അവരെ ദൈവം ഒന്ന് തൊടട്ടെ. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? പിശാചിന്റെ പിടി അഴിയും. Yes. Hallelujah. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോട്ടെ. Praise God. Hallelujah. അടുത്ത ശത്രു തോപ്പിച്ചിട്ടിരിക്കുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക വിഷയം. Praise God. നമുക്കറിയാം, ഹല്ലേലൂയ, രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ അമ്മയുടെ ക്വാളിറ്റി മാത്രം പറയാം. നിലവിളിക്കേണ്ടവനോട് അവൾ നിലവിളിച്ചു. Praise God. ഹല്ലേലൂയ. തന്റെ ഭർത്താവിനെ കുറിച്ച് അവൾക്ക് നല്ല സാക്ഷ്യമുണ്ടായിരുന്നു, നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. തന്റെ മക്കളെ കുറിച്ച് അവൾ കൺസേൺഡ് ആയിരുന്നു. തന്റെ വീട്ടിൽ അവൾ എന്തുണ്ടെന്ന് മനസ്സിലാക്കിയ സഹോദരിയായിരുന്നു. തന്റെ വീട്ടിലുള്ള എണ്ണ കുറയാതെ അവൾ സൂക്ഷിച്ചതായിരുന്നു. ആരാധനയ്ക്ക് ഒരു കുറവും വരുത്തിയില്ലെന്നേ. എണ്ണ നഷ്ടപ്പെടുത്താത്ത സഹോദരിയായിരുന്നു. പറഞ്ഞാൽ പറഞ്ഞതുപോലെ കേൾക്കുന്ന സഹോദരിയായിരുന്നു. പാസ്റ്റർ എന്ത് പറയുമോ അത് കേട്ടു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ കേൾക്കുന്ന സഹോദരിയായിരുന്നു. മക്കളെ അനുസരണത്തിൽ വളർത്തിയ സഹോദരിയായിരുന്നു. അകത്തോട്ട് വാ, കഥകടയ്ക്ക് വെറും മാത്രം കൊണ്ടുവാ. കേൾക്കുമോ? ഇന്ന് കേൾക്കുമോ? പറഞ്ഞാൽ പറഞ്ഞതുപോലെ കേൾക്കുന്ന സഹോദരിയായിരുന്നു. നന്ദിയുള്ള സഹോദരിയായിരുന്നു. ഞാൻ പോവാ, വേഗത്തിൽ പോകുന്നു. അടുത്തത് ഞാൻ പറയട്ടെ, ശുശ്രൂഷയോടുള്ള പോരുകൾ. പ്രൈസ് ഗോഡ്. ദേമാസ് വിട്ടുപോയി. പ്രസംഗത്തോടെ അത്യന്തം എതിർത്ത് നിന്നു, അത്യന്തം ദോഷം ചെയ്തു, ഒച്ചപ്പെടുത്തി. ദൈവം അവർക്ക് കണക്കിടാതിരിക്കട്ടെ. ഇതൊക്കെ ഹല്ലേലൂയ പിശാച് തോൽപ്പിച്ചിട്ടിരിക്കുന്ന വിഷയങ്ങളാ ദൈവമക്കളെ. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ ഹല്ലേലൂയ 2 വാക്യം പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ വിവരിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ ആ വാക്യങ്ങള്. അതായത് നമ്മൾ ചിന്തിച്ച ഹല്ലേലൂയ പൂർണ്ണ ജ്യാളികൾ എന്നുള്ളതിന്റെ ഒരു ദിവ്യ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടുന്ന 2 വാക്യമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ജയം നൽകുന്ന ദൈവം. അടുത്തത് ഹല്ലേലൂയ 2 കൊരിന്ത്യർ 2:14, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ജയം നൽകുന്ന ദൈവം, ജയത്തോടെ നടത്തുന്ന ദൈവം. അത് നിങ്ങൾ പഠിച്ചാൽ മതി. ആ ഭാഗം ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ എന്ത് വന്നാലും ഹല്ലേലൂയ എന്ത് വിചാരിക്കണമെന്നറിയാമോ? ഹല്ലേലൂയ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം കർത്താവിനോട് പറയണം, മനുഷ്യക്ക് നടപ്പില്ലാത്ത പരീക്ഷ അല്ല ഇത്. മനുഷ്യക്ക് നടപ്പില്ലാത്തതല്ലെന്ന്. ഇത് പുതിയതല്ല, ഇത് മറ്റാർക്കും വരാത്തതല്ല, ഇതൊരു അപൂർവ കാര്യമല്ല, ഇത് എല്ലാവർക്കും ഒക്കെ വരുന്നതാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഓടിച്ചല്ലേ. ഹല്ലേലൂയ. കരുണയും ലഭിക്കും, സഹായവും ലഭിക്കും. പിന്നെ പറയും ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. അവിടെ നമ്മൾ മലാഖി 3:1 കാണുന്നുണ്ട്, 3:6 കാണുന്നുണ്ട്. യഹോവ അരുളിച്ചെയ്യുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ, യാക്കോബിന്റെ പുത്രന്മാരെ, അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെന്തുവാ? സഹിപ്പാൻ കഴിയുന്നതിന് മീതെ അവൻ പരീക്ഷ തരത്തില്ല. അതും വിശ്വസിക്കണം. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഹല്ലേലൂയ. അടുത്ത 4-ാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. പരീക്ഷയോടുകൂടി അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ വേഗം ചുരുക്കാം. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇവളൊരു ജ്യാളിയാന്നും പറഞ്ഞ് ആരെയും കുറിച്ച്, സഹോദരിമാരെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, രൂത്ത് മോവാബിയിലെ വിധവ, അവൾ എന്താ അനുഭവിച്ചത്? ലോസ്. ഭർത്താവില്ല, ലോസ്, നഷ്ടം. പലവിധമായ നഷ്ടങ്ങൾ സഹിക്കുന്നവരില്ല ഇതിനകത്ത്. ലോസ്. അതോടൊപ്പം ഹല്ലേലൂയ അവൾ നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു. അവൾ ബേത്ലഹേമിലേക്ക് പുറപ്പെട്ടു വന്നു. യേശുവിന്റെ വംശാവലിയിൽ പേർ വന്നു. ഹല്ലേലൂയ. പക്ഷേ അതിന്റെ ഇടയ്ക്ക് അവൾ സഹിച്ച ഹാർഡ്ഷിപ്സ് ഉണ്ട്. ലോസ് ആൻഡ് ഹാർഡ്ഷിപ്സ് സഹിച്ചിട്ട് യേശുവിന്റെ വംശാവലിയിൽ വന്ന രൂത്ത് ഹല്ലേലൂയ ഒരു ജ്യാളിയല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഹല്ലേലൂയ.
വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ ഉപവസിച്ച ഹല്ലേലൂയ സമൂഹലിനെ പ്രാപിച്ച കൂടെ വേറെ സിബ്ലിങ്സിനെ കൂടെ സമൂഹലിനെ കൂടെ പ്രാപിച്ചെടുത്ത ഹന്ന ജിയാളിയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. സ്വന്തം ജീവൻ റിസ്ക് ചെയ്ത് ധൈര്യത്തോടെ പ്രൈസ് ഗോഡ് ഉപവസിച്ച് ഹല്ലേലൂയ രക്ഷയിലേക്ക് തന്റെ ജനത്തെ നയിച്ച എസ്തർ ജിയാളിയല്ല എന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. മറിയ നിന്ന് സഹിച്ച് സഹിച്ച് പിതാവിന്റെ ഹിതം, ദ വിൽ ഓഫ് ഗോഡ്, അത് സാധ്യമാക്കാൻ വേണ്ടി നിന്നുകൊടുത്ത മറിയ ഒരു ജിയാളിയല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരാളെ കൂടെ ഞാൻ പറയാം, ദെബോര. ഹല്ലേലൂയ. ആത്മീയ ഹല്ലേലൂയ നേതൃത്വം അവൾ എടുക്കുന്നവളായിരുന്നു. അവൾക്ക് നേതൃത്വം ഉണ്ടായിരുന്നു, ആത്മീയ അധികാരമുണ്ടായിരുന്നു. ബാരാക്കിനെയും ബാക്കി ഇസ്രായേൽ മക്കളെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയ ഒരു യുദ്ധം ജയിക്കുന്നതിന് അവൾക്ക് കഴിയുമായിരുന്നു. ആ ദെബോര ഹല്ലേലൂയ ഒരു ജിയാളിയല്ലെന്ന് പറയാൻ പറ്റുമോ? ഒറ്റ വാക്യം അതിനകത്തെ പറയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. ദെബോരയായ ഞാൻ ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു. ആ ഭാഗം ഞാൻ അങ്ങ് വിടുക. ദെബോരയായ ഞാൻ മാതാവായി എഴുന്നേൽക്കും വരെ until I arose as a mother. ദൈവദാസി, നിന്റെ ഉദരത്തിൽ 9 മാസം നീ ചുമന്ന കുഞ്ഞിന്റെ മാത്രം അമ്മയല്ല നീ. ഹല്ലേലൂയ. അനേക ആത്മീയ മക്കളുടെ അമ്മയാ നീ, മനസ്സിലാക്കണം. ഓ, നിന്റെ സഭയിൽ നീ ഒരു അമ്മയാ, മനസ്സിലാക്കണം. ദേശത്തിന് അനേകർക്ക് വേണ്ടി നീ ഒരു അമ്മ ഹൃദയമുള്ളവളായി നിൽക്കുമോ? Until I arose as a mother, മാതാവായി എഴുന്നേൽക്കുന്നത് വരെ. ഹല്ലേലൂയ. കൃപാവരം ജ്വലിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രസംഗത്തിൽ നമ്മൾ കേട്ടു. ആരോഗ്യം തന്നിട്ടില്ലേ? പ്രൈസ് ഗോഡ്. കൃപകൾ തന്നിട്ടില്ലേ? കഴിവ് തന്നിട്ടില്ലേ? പലതും ദൈവം തന്നിട്ടില്ലേ? ഒറ്റ കാര്യം പറയാം ദൈവദാസന്മാരെ, അതിനെ മിനിമൈസ് ചെയ്ത് നീ ഒരിക്കലും കാണരുത്. നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഞാനൊന്ന് പറയാം. മദർ, MOTHER. M stands for motivator. ഹല്ലേലൂയ. ദെബോര മാത്രമല്ല, ഞാനും നിങ്ങളും പ്രൈസ് ഗോഡ് ഒരു മോട്ടിവേറ്റർ ആയിരിക്കണം. അതായത് പ്രയോജനപ്പെടുത്തുന്നവളും ഹല്ലേലൂയ പ്രചോദനം കൊടുക്കുന്നവരുമായി തീരണം. ഇന്നു മുതൽ തീരുവോ? വീട്ടിലെ കുഞ്ഞുങ്ങളോട് തന്നെ ആദ്യം ഒന്ന് ചോദിച്ചു നോക്കണം. ഹല്ലേലൂയ, ഈശോ മദറെ മോട്ടിവേറ്റർ എന്ന് ചോദിച്ചു നോക്കണം. ഹല്ലേലൂയ. ഓ ഓർഗനൈസർ, ചിലതൊക്കെ സംഘടിപ്പിക്കണം. ഹല്ലേലൂയ. ചിലതൊക്കെ സംയോജിപ്പിക്കണം. ടീച്ചർ, നീ ഒരു നല്ല ടീച്ചറാണോ? ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ സൺഡേ സ്കൂൾ ടീച്ചർ ആരാ? അമ്മയാ. ആരാ പിച്ചക്കാരന് 10 പൈസ കൊടുക്കാൻ പഠിപ്പിക്കുന്നത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരാ മുടി ചെയ്യാൻ പഠിപ്പിക്കുന്നത്? ആരാ പല്ല് തേക്കാൻ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ പെയിന്റർ ഉണ്ട്. ഹല്ലേലൂയ. അവൻ ഒരു അമ്മ കുഞ്ഞിനെ ചുംബിക്കുന്ന പടത്തിന് അവൻ അവാർഡ് കിട്ടി. ഹല്ലേലൂയ. ബെഞ്ചമിൻ വെസ്റ്റ് പറയുന്നതാണ്, പ്രൈസ് ഗോഡ്, എന്റെ അമ്മയായതിന് കാരണക്കാരിന്ന്. എന്താണെന്നറിയാമോ? കുഞ്ഞിലെ ഒരു ദിവസം ഹല്ലേലൂയ അമ്മയെങ്ങാണ്ട് പോയിച്ചു വന്നപ്പോൾ അവിടെ ഇരുന്ന പെയിന്റ് മുഴുവൻ എടുത്ത് അവിടെ എല്ലാം വീഴ്ച കാർപ്പറ്റാലും വീഴ്ച നിന്നപ്പോൾ ഈ കുഞ്ഞിന് മനസ്സിലായി, ഇന്ന് എന്റെ അമ്മ എന്നെ തല്ലി ശരിയാക്കുമെന്ന്. പ്രൈസ് ഗോഡ്. പക്ഷെ അമ്മ വന്നൊരു ഉമ്മ വെച്ചേച്ച് പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീയാണ് മോനെ ഏറ്റവും നല്ല പെയിന്റർ. ആ ഒരൊറ്റ വാക്ക് ഹല്ലേലൂയ അവൻ ഈ അവാർഡ് ചിത്രം നേടിക്കൊടുത്തു. മനസ്സിലാക്കണമേ, പ്രൈസ് ഗോഡ്. ടീച്ചർ, MOTH, ഹെൽപ്പർ, ഒരു സഹായിയായിരിക്കണം. ഈ എന്റർടൈനർ അല്ലെങ്കിൽ എൻകറേജർ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. ഒരാൾ പാടുമെന്ന് കണ്ടാൽ, ഒരാൾ പ്രസംഗിക്കുമെന്ന് കണ്ടാൽ, ഒരാളെ ഇതിന് കൊള്ളാമെന്ന് മനസ്സിലാക്കിയാൽ ഹല്ലേലൂയ ഒന്ന് എൻകറേജ് ചെയ്യാൻ സഹോദരിമാരെ നമുക്ക് കഴിയണം. അവസാനം റിസർച്ചർ, സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഇവിടെ പറയുന്നു ഹല്ലേലൂയ, until I arose as a mother. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവസന്നിധിയില് ഒരു മാതാവായിട്ട് എഴുന്നേൽക്കുവാൻ, പുതിയൊരു പ്രതിഷ്ഠയോടെ ഒന്ന് എഴുന്നേൽക്കുവാൻ ദൈവദാസന്മാരെ നിങ്ങൾക്ക് കഴിയുമോ? കഴിയണം. പ്രൈസ് ഗോഡ്. നമ്മൾ കാണുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തില് ഹല്ലേലൂയ ദൂതൻ വന്നേച്ച് അടവെടുത്തിട്ട് പറയുന്നുണ്ട്, എഴുന്നേറ്റ് തിന്നുക,
നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ കുഞ്ഞെ. എഴുന്നേറ്റ് തിന്നുവാൻ, എഴുന്നേറ്റ് വചനം ഭക്ഷിപ്പാൻ ഇന്ന് പകൽക്കാലം ഒന്ന് തീരുമാനിക്കുമോ? യെശയ്യാ 60:1 പറയുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ആളത്വങ്ങളും ഇരുട്ടിന്റെ വ്യാപാര ശക്തിയും ഹല്ലേലൂയ നമ്മളെ ജ്യാളികളാക്കാതെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം വട്ടം കറങ്ങുന്ന ഈ ലോകത്തിൽ കുഞ്ഞേ നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവാത്മാവിനാൽ ഒന്ന് പ്രകാശിക്കുവാൻ നിനക്ക് കഴിയുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഴിയണം ദൈവ പൈതലേ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എഴുന്നേറ്റ് പണിയുക. ഒരു തീരുമാനമെടുക്ക്. ഞാൻ എഴുന്നേറ്റ് എന്റെ കുടുംബം പണിയും. ഞാൻ എന്റെ ആത്മീയ ജീവിതം ആദ്യം പണിയും. എന്റെ സെൽഫിനെ ഒന്ന് ഉടച്ചിട്ട്, ഓ രമന ഘടകധന ശാന്തരേ, എന്റെ സ്വയത്തെ ഒന്ന് അടച്ചിട്ട് ആരും പറയണ്ട, അവരവർക്കറിയാം എന്റെ ജീവിതത്തിലെ സംസാരമാണോ, എന്റെ ജീവിതത്തിലെ ഏത് സ്വഭാവമാണ് ഒന്ന് ഒടയേണ്ടതെന്ന്. ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ള വേറൊരെണ്ണമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. മീഖാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, സിയോൻ പുത്രിയെ 4:13 എഴുന്നേറ്റ് മെതിക്കുക. ഹല്ലേലൂയ. കൊയ്ത്തിന് നിലമെല്ലാം വളർന്നു കിടക്കുക. ശത്രുവിനെ മെതിക്കുന്ന മെതി ഒരിടത്തുണ്ട്, അതവിടെ കിടക്കട്ടെ. നമ്മൾ ജയാളികളല്ലേ, അതുകൊണ്ട് അതേ ഞാൻ തൊടുന്നില്ല. എന്നാൽ ഹല്ലേലൂയ ഒന്ന് കൊയ്തെടുത്ത് സഭയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ സഭകൾ വളരണ്ടേ, നമ്മുടെ സഭയിൽ ആളുകൾ വർദ്ധിക്കണ്ടേ, നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിൽ ഓരോ ഹല്ലേലൂയ മാസങ്ങളും സ്നാനങ്ങളും നടക്കണ്ടേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തില് പ്രൈസ് ഗോഡ് നാം അതിനുവേണ്ടി ഒരുമ്പെട്ടാൽ, ഇസ്രായേലിൽ മാതാവായി ദെബോര എഴുന്നേറ്റുകൊണ്ട് എന്ത് പറ്റി? 900 ഇരുമ്പ് രഥം കാൽക്കൽ തോറ്റു. പ്രൈസ് ഗോഡ്. ഇരുട്ടിന്റെ ശക്തികൾ ദേശത്തെ വിട്ടുമാറി. ഹല്ലേലൂയ. ദേവദാസിമാരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ വിഷയം എന്തുമായി കൊള്ളട്ടെ, ഒറ്റ കാര്യം ഞാൻ പറയാം, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. അവൻ നിന്റെ വിഷയത്തെ തൊടും. ഞാൻ ചോദിക്കട്ടെ, ആർ യു ഇൻ ദ സാഡസ്റ്റ് പ്ലേസ്? ഏറ്റവും ദുഃഖത്തിലിരിക്കുന്ന അവസ്ഥയിലാണോ നീ? മനസ്സിലാക്കണം, ജിയാളിയായ നമ്മുടെ കർത്താവ് കംഫർട്ടറാ, ആശ്വസിപ്പിക്കുന്നവനാ. ആർ യു അറ്റ് ദ വീക്കസ്റ്റ്? നീ ഏറ്റവും ബലഹീനയായിട്ടാണോ ഇവിടെ ഇരിക്കുന്നത്? നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവൾ അറിയുന്നില്ലായിരിക്കാം. കുഞ്ഞെ, നിന്റെ ബലഹീനത കാണുവാൻ ആരുമില്ലായിരിക്കാം. ഹല്ലേലൂയ. ഞാനിങ്ങനെ സാധാരണ പറയാറുണ്ട്, മെഴുതിരി കത്തുമ്പോൾ അതിന്റെ വെളിച്ചം എല്ലാവർക്കും ആവശ്യമാ, പക്ഷെങ്കിൽ അതിന്റെ ഉരുക്കമാരും കാണത്തില്ല. അതാ ഒരമ്മ. പ്രൈസ് ഗോഡ്. ആർ യു അറ്റ് ദ വീക്കസ്റ്റ്? ഓർക്കണമേ, ജിയാളിയായ കർത്താവ് നിനക്ക് സ്ട്രെങ്ത് തരും. ആർ യു അറ്റ് യുവർ ഡാർക്കസ്റ്റ്? ഏറ്റവും ഇരുണ്ട അവസ്ഥയിലാണോ? ഇരുണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വെക്കണം നിനക്ക് അറിയാൻ മേലാത്തൊരവസ്ഥയിലായിരിക്കും. എന്നാൽ മനസ്സിലാക്കണമേ, ഹി ഈസ് യുവർ ലൈറ്റ്. ഹല്ലേലൂയ. നീ എത്ര താണ അവസ്ഥയിലാണെങ്കിലും, എത്ര സാഡ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും, എത്ര വീക്കസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും, എത്ര ഡൗൺ ആണെങ്കിലും, നിന്നെ പൊക്കി ഉയർത്തിയെടുക്കുന്ന ഒരു കർത്താവിന് വേണ്ടി ഞാൻ ഇന്നൊന്ന് എഴുന്നേൽക്കുക. എത്ര പേർ പറയുന്നുണ്ട്, കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ, ദൈവത്തിന് വേണ്ടി എഴുന്നേൽപ്പാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്ന് പ്രകാശിപ്പാൻ, ഹല്ലേലൂയ, എഴുന്നേറ്റ് ഭക്ഷണം ഭക്ഷിപ്പാൻ, വചനം ഭക്ഷിപ്പാൻ. ശത്രുവിനെ മെതിച്ച് ജയമെടുക്കുവാൻ മാത്രമല്ല, ഓ രാഘമശാന്തോരവ നിലമൊക്കെയും കൊയ്ത്തിന് വളഞ്ഞു കിടക്കുമ്പോൾ കൊയ്തെടുത്ത് മെതിച്ച് പാണ്ഡ്യശാലയെ സൂക്ഷിപ്പാൻ തക്കോണം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് പറയുന്നവർ കാര്യമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ.